വി.കെ.എൻ. ജീവചരിത്രം. തൃശൂർ ജില്ലയിലെ തിരുവല്ലോമലയിൽ 1929 ഏപ്രിൽ 7-ന് വി.കെ.എൻ. എന്ന വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ ജനിച്ചു. മെട്രിക്കുലേഷൻ കഴിഞ്ഞ് 1951 മുതൽ 8 വർഷത്തോളം മലബാർ ദേവസ്വം ബോർഡിൽ ഗുമസ്തനായി. പാലക്കാടായിരുന്നു ആദ്യ നിയമനം. എന്നാൽ അദ്ദേഹം എഴുതിയ ദി ടീൻ ഗോഡ് അറൈവ്സ് എന്ന ലേഖനം ദേവസ്വം കമ്മീഷണറെ പരിഹസിക്കുന്നതാണെന്ന് കുറ്റം ചുമത്തി കോയമ്പത്തൂരിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടു. കുറെ കാലത്തിനു ശേഷം മലപ്പുറം ജില്ലയിലെ പുളിക്കൽ അമ്പലത്തിൽ മാനേജരായി നിയമിതനായി. എന്നാൽ പ്രസ്തുത അമ്പലം ഒരു സ്വകാര്യ ട്രസ്റ്റിന് സർക്കാർ കൈമാറിയപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. ദേവസ്വം വകുപ്പിലെ ജോലി നഷ്ടം ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന് സാഹിത്യ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ നിമിത്തമായി. ജോലി അന്വേഷിച്ച് അദ്ദേഹം ഡൽഹിയിലെത്തി. അവിടെ 10 വർഷത്തോളം പത്രപ്രവർത്തകനായി. ഡൽഹിയിലെത്തിയതോടെ രചനയ്ക്കുള്ള മറ്റൊരു അനുഭവ ലോകവും അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞു. പത്രപ്രവർത്തനത്തോടൊപ്പം അക്കാലത്തെ പ്രസിദ്ധമായിരുന്ന ശങ്കേഴ്സ് വീക്കിലിയിലും ലേഖനങ്ങൾ എഴുതി. 10 വർഷത്തെ ഡൽഹി ജീവിതം ഒട്ടേറെ സാഹിത്യ സൗഹൃദവും അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഒ.വി. വിജയൻ, കാക്കനാടൻ, എം. മുകുന്ദൻ എന്നിവരായിരുന്നു അക്കാലത്തെ പ്രധാന സുഹൃത്തുക്കൾ. 1969 ഡൽഹി ജീവിതം അവസാനിപ്പിച്ച് തിരുവല്ലോമലയിൽ തിരിച്ചെത്തി. എഴുത്തും വായനയുമായി അദ്ദേഹം ജന്മനാട്ടിൽ തന്റേതായൊരു ലോകം സൃഷ്ടിച്ചു. സ്വന്തം ജീവിതാനുഭവങ്ങൾ പയ്യൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ച നോവലുകളും കഥകളുമാണ് അദ്ദേഹത്തെ കേരള സാഹിത്യത്തിൽ അനശ്വരമാക്കിയത്. കഥയും നോവലുകളുമായി 25-ലേറെ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പുണ്ണി എന്ന സിനിമയുടെ തിരക്കഥയും അദ്ദേഹം നിർവഹിച്ചു. സവിശേഷമായ ഒരു രചനാശൈലി കൊണ്ട് മലയാള സാഹിത്യത്തിൽ വേറിട്ട് നിന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഹാസ്യരചനകൾ കൊണ്ട് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അദ്ദേഹം ആർക്കും അനുകരിക്കാനാകാത്ത വഴികളിലൂടെയാണ് അക്ഷരസഞ്ചാരം നടത്തിയത്. ശുദ്ധഹാസ്യത്തിന്റെ പൂത്തിരിവട്ടത്തിൽ മാറിയിരുന്ന് ചുറ്റുപാടുകളെ നോക്കിക്കാണാൻ മലയാളികളെ പഠിപ്പിച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. കവിതയും നാടകവും ഒഴികെ മറ്റെല്ലാ സാഹിത്യ വിഭാഗങ്ങളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില രചനകൾ ഒരു ഗണത്തിലും പെടുത്താനും ആവില്ല. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സൊസൈറ്റിയുടെ ചെയർമാനായും കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാനായും സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ വേദവതി അമ്മ. ഇവർക്ക് 2 മക്കളാണ് ഉള്ളത്. ചാത്തൻസ്, മന്ദഹാസം, പയ്യൻ, ക്ലിയോപാട്ര, പയ്യന്റെ കാലം, പയ്യന്റെ യാത്രകൾ, കുഞ്ഞൻ മേനോൻ, അതികായൻ, പയ്യന്റെ ഡയറി, ഒരാഴ്ച, പയ്യന്റെ കഥകൾ, വി.കെ.എൻ. കഥകൾ, ഹാജിയാര്, ചൂർണാനന്ദൻ, സർ ചാത്തുവിന്റെ റൂളിംഗ്, അസുരവാണി, പെൺപട, മഞ്ചൽ, പിതാമഹൻ, അധികാരം, അമ്മൂമ്മക്കഥ, 5000 കോപ്പും തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലതാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എം.പി. പോൾ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, റിലീജിയസ് ഹാർമണി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2004 ജനുവരി 25-ന് അദ്ദേഹത്തിന്റെ 75-ാം വയസ്സിൽ തിരുവല്ലോമലയിലെ സ്വവസതിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. മസ്തിഷ്കാർബുദമായിരുന്നു മരണകാരണം. ഭാരതപ്പുഴയുടെ തീരത്തുള്ള പാമ്പാടിയിലാണ് അന്ത്യകർമ്മങ്ങൾ നടന്നത്.